സമരത്തിനൊന്നും ഞാനെതിരല്ല. പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന സ്വാതന്ത്ര്യ സമരം ഒരുപാട് പേരുടെ ജീവനും ജീവിതവും കൊടുത്ത് നൽകിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ അത് നമ്മുടെ നാട് സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് വിദ്യാർത്ഥി സമരങ്ങൾ നടത്തുന്നുണ്ട്, പ്രത്യേകിച്ച് SFI നടത്തുന്ന സമരങ്ങൾ. അതെന്തിനാണ്? അത് അവരുടെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ സമയത്ത് പരീക്ഷ നടത്തുന്നതിനോ അവരുടെ പാഠ്യ പദ്ധതികൾ പരിഷ്കരിക്കുന്നതിനോ ഒന്നുമല്ല. അവരുടെ നേതാക്കൾ അല്ലെങ്കിൽ നേതാക്കളുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, അതല്ലെങ്കിൽ അവരുടെ നേതാക്കളെ ആരെങ്കിലും എതിർത്തു കഴിഞ്ഞാൽ അവരെ എതിർക്കുന്നതിന്. അതിനാണ് ഇവിടെ വിദ്യാർത്ഥി സമരം. അല്ലാതെ ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ല. സ്വാതന്ത്ര്യ സമര സേനാനികൾ സമരം ചെയ്തത് ഈ രാജ്യം സ്വതന്ത്രമാവാനും ആ സ്വതന്ത്ര രാജ്യത്തിൽ അവർക്ക് ഓരോരുത്തർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വതന്ത്രരായി ജീവിക്കാനുമാണ്. ഇവിടെ SFI സമരം ചെയ്യുന്നത് ഈ വിദ്യാർത്ഥികളെ സ്വതന്ത്രരായി ജീവിക്കാനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യത്തോടെ പഠിക്കാനോ അല്ല. ഇതാണ് സമരത്തിന്റെ വ്യത്യാസം. ഈ സമരത്തെ SFI മഹത്വവൽക്കരിക്കുന്നോണ്ട് പറഞ്ഞതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നിലമേലിൽ വെച്ച് ഒരു സമരം നടന്നപ്പോൾ SFI കുട്ടികളുടെ പേരിൽ കേസെടുത്തതും ജാമ്യത്തിൽ ഇറങ്ങിയാൽ കണ്ടല്ലോ. ശരിക്കും ഗവർണർ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനും മര്യാദയ്ക്ക് റോഡിലൂടെ കടന്നു പോകാനും ചെയ്ത ഒരു ട്രാപ്പിൽ SFI വീണുപോയി. എന്നിട്ട് ആർഷോ എന്താണ് കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞത്? SFIയുടെ സമരം എന്താണെന്ന്, സമര ചൂട് എന്താണെന്ന് ഗവർണർ അറിയാൻ പോണതേ ഉള്ളൂ, ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അങ്ങനെ അത് ഗവർണറെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പിറ്റേന്ന് കുറെ SFI പ്രവർത്തകർ കുറെ മോര് കൊണ്ടുപോകുന്നുണ്ട്. കുറെ പാക്കറ്റ് മോര്, ചിലർക്ക് കുപ്പിയിൽ മോര്, അങ്ങനെ മോരുമായി കുറെ സഖാക്കൾ പോകുന്നുണ്ട്. അല്ല, SFIന്റെ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. പ്രതിഷേധമാണ്, പ്രതിഷേധം ഇനി ഒരു തരത്തിലല്ല. സംഭാരം കൊടുത്ത് പ്രതിഷേധം സംസ്ഥാന നേതൃത്വങ്ങൾ അറിയിച്ചതുപോലെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധമായി SFI മുന്നോട്ട് സംഭാരമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഗവർണർ 2 നേരം നിലവിലിരിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടി നല്ലതാണ് സംഭാരം. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അതിന് സംഭാരം കൂടി സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് SFI തീരുമാനിച്ചത്. സംഭാരം, ഒരു കുപ്പി സംഭാരമുണ്ട്. നിങ്ങൾ എന്താണ് ഈ സംഭാരം കൊടുക്കാൻ തീരുമാനിച്ചത്? എന്താണ്? ഒരു കുപ്പിയുണ്ട്, ഒരു കുപ്പിയൊക്കെ ഒരാൾ കുടിക്കും. ഒരു കുപ്പിയല്ല, എത്രത്തോളം ക്ഷീണമുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. കേന്ദ്ര സേന സുരക്ഷ ഏറ്റെടുത്തു. അതും SFI സംബന്ധിച്ചോളം ഏത് സേന വന്നാലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അവർ പറഞ്ഞത് നിലമേലിൽ ഗവർണർ വെയിലത്തിരുന്ന് ക്ഷീണിച്ചതാണ്, മോര് കുടിച്ച് ക്ഷീണം മാറട്ടേതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ എന്താണെന്നറിയാമോ? ക്ഷീണം വന്നപ്പോൾ ഈ മോര് കൊണ്ടുപോയ സഖാക്കൾ തന്നെ കുടിച്ചു എന്നാണ്. കാര്യം വേറെ നിവൃത്തിയില്ല, അവർ വെയിലത്താണല്ലോ നിൽക്കുന്നത്. ഗവർണർ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് കാത്തു നിന്നപ്പോൾ അവർ തന്നെ ആ മോര് കുടിച്ചു എന്നാണ്. മോര് കുടിച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. അവരുടെ തലയിൽ കെട്ടിറങ്ങി. മോര് കുടിച്ചു കഴിഞ്ഞ് കെട്ടിറങ്ങിയപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. റോഡേ കൂടെ വരുന്നത് ഗവർണറാണ്, അവരുടെ കൂടെ വരുന്നത് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാൻ കഴിയാത്ത ജനമാണ്. അവരുടെ മുന്നിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പീസാവും, ചിലപ്പോൾ പണി പാലം വെള്ളത്തിൽ കെട്ടും. പിന്നെ ആർഷോ പറഞ്ഞതും കീർഷോ പറഞ്ഞതൊന്നും പിന്നെ നോക്കിയില്ല. കാര്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ആർഷോയ്ക്കല്ലല്ലോ പറ്റുന്നത്. അങ്ങനെയാണ് SFIക്കാർക്ക് കാര്യം മനസ്സിലായതും പിന്നീടുള്ള സമരമുറകളൊക്കെ റോഡിന് വെളിയിലായതും. ഗവർണർ പോയ പാടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, അതായത് മഞ്ഞവരെയും കടന്ന് നട റോഡിൽ നിന്നുകൊണ്ട് ഡിസ്കോ ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാ. ഭയങ്കര പ്രതിഷേധമാണ്. പിന്നെ ഒച്ച വിളി, നായാട്ട് ബഹളം. പക്ഷെ ഗവർണർ 10 കിലോമീറ്റർ കഴിഞ്ഞു പോയി അപ്പോഴേക്കും. എന്തായാലും അത് പോട്ടെ, മോര് കൊണ്ടൊരു ഗുണമുണ്ടായി. ഈ സഖാക്കളെ പൊതുവെ ജനങ്ങൾ കമ്മി എന്നായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷെ കമ്മിയല്ല, കുറച്ച് കാര്യമായിട്ട് ഉണ്ട് എന്നുള്ളത് തെളിയിച്ചു. പക്ഷെ അതൊക്കെ മത്ത് പിടിച്ച് കിടക്കുകയാണ്. ഏതായാലും മോര് കുടിച്ചപ്പോൾ ആ കെട്ടിറങ്ങിയ നിലയ്ക്ക് ബാക്കിയുള്ളവരെ കൂടെ കെട്ടിറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് മോര് എല്ലാവരും കൂടെ കുടിക്കുന്നത് നല്ലതാണ്. അതായത് ഈ പരിപ്പ് ഇവിടെയും കട്ടൻ ചായ ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് മോരാക്കാം. അതായിരിക്കും നല്ലത്. കെട്ടിറങ്ങട്ടെ.